വേനൽ കനത്തതോടെ റബ്ബർ പാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. ഇതോടെ ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ സിംഹഭാഗം റബ്ബർ കർഷകരും ടാപ്പിംഗ് നിർത്തി. ടാപ്പിംഗ് നിലച്ചതോടെ നൂറുകണക്കിന് റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളുമാണ് പ്രതിസന്ധിയിലായത്. മലയോര മേഖലയിലെ 75% കുടുംബങ്ങളുടെയും പ്രധാന ഉപജീവന മാർഗമാണിത്. സാധാരണ മാർച്ച് മാസത്തോടെയാണ് റബ്ബർ ടാപ്പിംഗ് നിർത്തുന്നത്. ഇത്തവണ നേരത്തെ ചൂട് കൂടിയതിനാൽ 1.5 മാസം മുൻപേ ടാപ്പിംഗ് നിർത്തേണ്ടി വന്നു. ഒട്ടേറെ തോട്ടങ്ങളിൽ ജനുവരിയിൽ തന്നെ ടാപ്പിംഗ് നിർത്തിയിരുന്നു. വലിയ എസ്റ്റേറ്റുകളിൽ വേനൽക്കാലത്ത് ടാപ്പിംഗ് നിർത്തിവയ്ക്കുകയാണ് പതിവ്. എന്നാൽ അന്നന്നത്തേക്ക് ഉപജീവനം തേടുന്ന ചെറുകിട കർഷകരുടെ ജീവിതം ദുരിതത്തിലാകും. റബ്ബർ ഷീറ്റിന് പ്രതീക്ഷിച്ച വില കിട്ടാത്തതും തിരിച്ചടിയാകുകയാണ്. ഷീറ്റ് കിലോയ്ക്ക് 178 മുതൽ 183 രൂപ വരെയാണ് ഇന്നലത്തെ വില. ഡിസംബർ ആദ്യവാരം ഷീറ്റ് കിലോയ്ക്ക് 200 രൂപ വരെ എത്തിയിരുന്നെങ്കിലും പിന്നീട് വില കുറയുകയായിരുന്നു. ഉൽപാദന ചെലവ് കണക്കാക്കിയാൽ 200 രൂപയെങ്കിലും ലഭിച്ചാലേ റബ്ബർ കൃഷി മെച്ചമാവൂ എന്ന് കർഷകർ പറയുന്നു. കേന്ദ്ര സംസ്ഥാന ബജറ്റിലും റബ്ബർ കർഷകർക്ക് പ്രതീക്ഷിച്ച സഹായം ലഭിച്ചില്ല. 180 രൂപയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡി സ്കീം നിരക്ക്. ബജറ്റിൽ ഇത് 200 രൂപയായി ഉയർത്തുമെന്നാണ് കരുതിയത്. താങ്ങുവിലയും ഉയർത്തിയില്ല. കൊടും ചൂട് മറ്റ് കാർഷിക വിളകളെപ്പോലെ തന്നെ പൈനാപ്പിൾ ഉൽപാദനത്തെയും പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പാലക്കാട് ജില്ലയിലെ പൈനാപ്പിൾ ഉൽപാദനം ഇത്തവണ പാതിയായി കുറഞ്ഞതായി കർഷകർ പറയുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ ചൂട് വളരെ നേരത്തെ എത്തി. കൊടും ചൂടിൽ പൈനാപ്പിൾ ചെടികൾ വേഗത്തിൽ ഉണങ്ങാൻ തുടങ്ങി. ഇത് ഉൽപാദനം ഗണ്യമായി കുറയാൻ കാരണമായിട്ടുണ്ട്. ചെടികൾ വാടി ഫംഗസ് രോഗം വന്ന തോട്ടത്തിലേതിന് സമാനമായി. പല കർഷകരുടെയും പൈനാപ്പിൾ 120 ദിവസം പിന്നിട്ടിട്ടും വളർച്ചയില്ലാത്ത അവസ്ഥയിലാണ്. വളത്തിനും ക്ഷാമം നേരിടുന്നുണ്ട്. ഓരോ സീസണിലും വളത്തിന്റെ വിലയിൽ വർധനവുണ്ടാകും. പൊട്ടാഷ്, ഫാക്ടംപോസ്, യൂറിയ, മസൂറി, മഗ്നീഷ്യം എന്നിവയാണ് പൈനാപ്പിൾ കൃഷിക്കായി ഉപയോഗിക്കുന്ന വളങ്ങൾ. മഴ എന്നു പെയ്യുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ വെള്ളത്തിനും തണലിനും മറ്റു മാർഗങ്ങളെ ആശ്രയിക്കണം. നെറ്റും ഓലയും മറ്റും ഉപയോഗിച്ചാണ് തണലൊരുക്കുന്നത്. വിപണിയിൽ പൈനാപ്പിളിന് വളരെ ഡിമാൻഡുള്ള സമയത്ത് ഉൽപാദനം കുറയുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. നിലവിൽ മാർക്കറ്റിൽ പൈനാപ്പിളിന് കിലോ 55 രൂപയാണ് വില. എന്നാൽ കർഷകര് കിട്ടുന്നതാകട്ടെ 30 മുതൽ 35 രൂപ വരെയും. ഇതിനിടെയാണ് ചൂട് വില്ലനായത്. ഉണക്ക് തടയാനുള്ള മാർഗങ്ങൾക്കും ജലസേചനത്തിനുമായി അധിക തുക ചെലവിടേണ്ടി വരുന്നുണ്ട്. ചൂട് മൂലം കൈതച്ചക്കകൾ മൂക്കുമുന്നേ പഴുത്തു നശിക്കും. ചെടികൾ കരിയുകയും വളർച്ച മുരടിപ്പ് ഉണ്ടാവുകയും ചെയ്യും. മാത്രവുമല്ല, പാകമായാലും തൂക്കം കുറവായിരിക്കും. ആഭ്യന്തര ഉപഭോഗം കഴിഞ്ഞും ഏറെ കയറ്റുമതി സാധ്യതയുള്ള ഫലമാണ് പൈനാപ്പിൾ. കർണാടക, മഹാരാഷ്ട്ര ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പാലക്കാട് നിന്ന് കൂടുതലായി പൈനാപ്പിൾ കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം വേനൽക്കാലം മുന്നിൽ കണ്ട തണ്ണിമത്തൻ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് തിരുപ്പൂർ ജില്ലയിലെ പല പച്ചക്കറി കർഷകരും. ഹോർട്ടിക്കൾച്ചർ വകുപ്പിൽ നിന്ന് ലഭിച്ച കണക്കുപ്രകാരം നിലവിൽ 168 ഹെക്ടറിലാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. ഭൂരിഭാഗം കർഷകരും സ്വകാര്യ വിത്ത് വിൽപ്പനക്കാർ വഴി വാങ്ങിയ ഹൈബ്രിഡ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. കീടങ്ങളെ ചെറുക്കുന്ന ഗുണങ്ങളും ഉയർന്ന വിളവുമാണ് അത്തരം ഇനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് കാരണമായി കർഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.